അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇപ്പോൾ നമ്മളുടെ സൂനാ ജംഗൽ രാത് അന്ധേരി എന്നുള്ള ആ ഞാഴത്ത് തീർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഞാഴത്ത് എന്താണ്, ഞാഴത്ത് ഏത് ഇനങ്ങളിൽ പെടുന്നു, കവിതകളുടെ ഏത് ഇനങ്ങളിൽ പെടുന്നു, നമ്മുടെ രചയിതാവായ മഹാനായ അഹ്മദ് റസാ ഖാൻ ആരായിരുന്നു, പിന്നെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ചില ബലാഗിയായിട്ടുള്ള സാഹിത്യമായിട്ടുള്ള ചില നുക്കാത്തുകൾ, പ്രത്യേക പോയിന്റുകൾ, അതൊക്കെയാണ് ഇനി ഈ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുക. പ്രധാനപ്പെട്ട ചില പോയിന്റുകളാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ പാഠത്തിന്റെ സിൻഫ്, ഞാഴത്ത് എന്ന ഈ വിഭാഗത്തെക്കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. ये सिंफ गज़ल के सिंफ से आता है जिसे नात कहते हैं. ഗസൽ എന്ന ഇനത്തിൽപ്പെട്ട ഞാഴത്താണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഗസൽ ഉर्दू शायरी की सबसे मकबूल सिंफ सुखन है और प्रोफेसर रशीद अहमद सिद्दीकी ने उसे बजा तौर पर उर्दू शायरी की आबरू कहा है. ഗസൽ ഉറുദു കവിതയുടെ ഏറ്റവും സ്വീകാര്യമായ ഒരു ഇനമാണ്. മാത്രമല്ല പ്രൊഫസർ റഷീദ് അഹമ്മദ് സിദ്ദീഖി ഇതിനെ ഇത്തരത്തിൽ പറഞ്ഞിട്ടുണ്ട്: ഷായരിയുടെ ഉറുദു സാഹിത്യത്തിന്റെ പ്രതാപമാണ് ഗസൽ, അതിലെ ഗസലുകൾ എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. गजल अरबी जुबान का लफ्ज़ है और उसकी माना है औरतों से बातें करना. ഗസൽ എന്ന് പറഞ്ഞാൽ അത് ഒരു അറബി പദത്തിൽ നിന്ന് വന്നതാണ്, ഡിറൈവ്ഡ് ആണ്. അപ്പോൾ അതിന്റെ ഭാഷാർത്ഥം എന്തെന്ന് വെച്ചാൽ ഔറത്തോൻ സെ ബാത്തേം കർണ, സ്ത്രീകളോട് സംസാരിക്കുക, കിന്നാരം പറയുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം വരുന്നത്. യാ ഔറത്തോൻ കി ബാത്തേം കർണ, സ്ത്രീകളുടെ അവരെ വർണ്ണിച്ചുകൊണ്ടുള്ള സംസാരങ്ങൾ നടത്തുക എന്നൊക്കെയാണ് ഗസൽ എന്നതിന്റെ അർത്ഥം. ഇസ് സിൻഫ് കോ ഗസൽ കാ നാം ഇസ്ലിയെ ദിയാ ഗയാ താ കെ ഹുസ്ന ഇഷ്ഖ് ഹി ഉസ്കാ മൗസൂ ഹോതാ താ. എന്തുകൊണ്ടാണ് ഗസലിന് ഗസൽ എന്ന പേര് വന്നത് എന്ന് വെച്ചാൽ ഇതിൽ സാധാരണയായി ഹുസ്ന്, ഇഷ്ഖ്, സ്നേഹവും സൗന്ദര്യവും സ്ത്രീകളുടെ വർണ്ണനയും ഒക്കെയായിരുന്നു പണ്ട് കാലത്ത് അധികവും ഈ മേഖലയിൽ ഈ ഗസൽ കവിതകളായി വന്നിട്ടുണ്ടായിരുന്നത്. लेकिन वक्त गुजरने के साथ साथ उसके मौज़ूआत में वसअत पैदा होती गई और आज गज़ल में हर तरह के मज़मून को पेश करने की गुंजाइश है, जिनमें इस नज़म का भी शुमार है. इस सिंफ के मशहूर शुआरा में मीर, सौदा, दर्द, गालिब, मुमिन, इकबाल, हसरत वगैरह का नाम काबिल ज़िक्र है. जैसा कि हम जानते हैं कि उर्दू गज़ल में न सिर्फ आज के दौर ഹുസ്ന ഇഷ്ക് के बारे में बात करते हैं, बल्कि ഉറുദുവിൽ വെറും സൗന്ദര്യത്തെ കുറിച്ച് മാത്രമല്ല ഗസൽ കാവ്യങ്ങളിൽ പാടപ്പെടുന്നത്. बल्कि उसमें सारे मौजूआत तमाम तर मौजूआत उसमें शामिल है. ഏതൊക്കെ മേഖലകൾ, ഏതൊക്കെ വിഷയങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുമോ അതെല്ലാം ഉൾപ്പെട്ട ഒരു വിഭാഗം തന്നെ ആയി തീർന്നിട്ടുണ്ട് ഇന്ന് ഗസൽ എന്നുള്ളത്. इनमें से मशहूर शुआरा में से हमें इन लोगों को गिन सकते हैं, जैसा कि मीर तकी मीर, सौदा, दर्द, गालिब, मुमिन, इकबाल जैसा बहुत ഗസൽ ഗോഷുവാറ ഹമേ ജാനത്തെ ഹേ. ഇത്തരത്തിലുള്ള ധാരാളം ഗസൽ പാടുന്ന കവികളെ നമുക്ക് അറിയാം. ഇനി നമുക്ക് ഷായറിനെ കുറിച്ച്, നമ്മുടെ ഷായറാകുന്ന മഹാനായ മൗലാന അഹ്മദ് റസാ ഖാൻ जो आला हजरत इमाम अहले सुन्नत हसन हिंद जैसे अलकाबात से भी जाने जाते हैं. इमाम अहमद रजा खान ऐसे अलकाब से भी जाने जाते हैं जैसा कि वो इमाम अहले सुन्नत, आमतौर पर बरेली लोग उन्हें इमाम अहले सुन्नत से नाम से पुकारते हैं. പതിവായിട്ട് ബറേലികൾ മഹാനവറുകളെ ഇമാമ അഹ്ലു സുന്നത്ത് എന്ന പേരിലാണ് വിളിക്കാറുള്ളത്. എന്നാൽ ഞാഴത്ത് പാടുന്നവരുടെ കൂട്ടത്തിൽ മഹാനവറുകൾ ഹസാനുൽ ഹിന്ദ് കെ നാം സെ പുകാരെ ജാത്തെ ഹെ. ഇത്തരത്തിലുള്ള ധാരാളം ലഖബുകൾ മഹാനവറുകൾക്ക് ഉണ്ട്. പിന്നെ അഹ്മദ് റസാ ഖാൻ 1852 से 1921 तक 1852 മുതൽ 1921 വരെയാണ് മഹാനവറുകളുടെ ജീവിതകാലം. 1852 से 1921 तक. इमाम अहमद रजा खान शिमाली भारत के शहर बरेली के एक मशहूर आलिम दीन थे. മഹാനായ ഇമാം അഹമ്മദ് റസാ ഖാൻ ഷിമാലി ഹിന്ദ്, വടക്കേ ഇന്ത്യയിലെ പ്രസിദ്ധമായ ബറേലി നഗരത്തിലെ ഒരു അറിയപ്പെട്ട മത പണ്ഡിതൻ കൂടെയായിരുന്നു. ജിൻകാ താല്ലുഖ് ഫിഖ്ഹ് ഹനഫി സേ ഥാ.
മഹാനവറുകൾ ഹനഫി ഫിഖഹിലായിരുന്നു പാണ്ഡിത്യം നേടിയിരുന്നത്. ഇമാം അഹ്മദ് റസാ ഖാൻ की वजह है शोहरत में अहम आपके हुजूर सल्लल्लाहु अलैहि वसल्लम आलि वसल्लम से मोहब्बत. മഹാനവറുകളുടെ പ്രധാനപ്പെട്ട അത്രമാത്രം പ്രസിദ്ധി ആർജിക്കുവാനുള്ള പ്രധാന കാരണം നബിതങ്ങളോടും അവരുടെ കുടുംബത്തോടുമുള്ള അതിയായ ഇഷ്ക് തന്നെയാണ്, പ്രണയം തന്നെയാണ്. आप मुश्तमिल फतावा रज़विया के नाम से आप सल्लल्लाहु अलैहि वसल्लम की शान में लिखे नातिया मजमूए और आपके हज़ारहा फतावा का ज़ख़ीम इल्मी मजमूआ जो 30 जल्दों पर मुश्तमिल फतावा रज़विया के नाम से मौसूम है. മഹാനവറുകളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ എഴുതിയിട്ടുള്ള നായത്തിയായ കവിതകൾ, നായത്തുകൾ, അതുപോലെ ആയിരക്കണക്കിന് ഫത്വകൾ അടങ്ങിയ ഫതാവ റസ്വിയ എന്ന പേരിൽ ഒരു മജ്മുഅ, ഒരു സമാഹാരം ഇറക്കപ്പെട്ടിട്ടുണ്ട്. बर्र सगीर पाकिस्तान और पाक और हिंद में अहले सुन्नत की एक बड़ी तादाद आप ही की निस्बत से बरेलवी कहलाते हैं. ഉപഭൂഖണ്ഡം, പാകിസ്ഥാൻ, ഇന്ത്യ ഉപഭൂഖണ്ഡങ്ങളിലുള്ള ധാരാളം അഹ്ലു സുന്നത്തിന്റെ പിൻഗാമികൾ മഹാനവറുകളുള്ള സ്നേഹം കൊണ്ട്, അവരോടുള്ള ഇഷ്ക് കൊണ്ട് ബറേലി എന്ന പേര് ചേർത്തുകൊണ്ട് അവരെയൊക്കെ വിളിക്കാറുണ്ട്. ദീനി ഉലൂം की तकमील घर पर अपनी वालिद मौलवी नकी अली ഖാൻ से की. മഹാനവറുകളുടെ മതകീയ പഠനം നടത്തിയത്, പ്രാഥമിക പഠനങ്ങളുടെ തുടക്കം അത് തൻ്റെ പിതാവായ മൗലവി നക്കി അലി ഖാനിൽ നിന്ന് തന്നെയാണ് സ്വീകരിച്ചത്. ദോ മർത്തബ ഹജ്ജ് ബൈത്തുല്ലാഹ് സെ മുഷറഫ് ഹുയെ, 2 തവണ ഹജ്ജിന് വേണ്ടി കടന്നു വന്നിട്ടുണ്ട്. ദർസ് തദ്രീസ് के अलावा मुख्तलिफ उलूम और फ़नून पर कई किताबें और रसाइल तस्नीफ और तअलीफ किए. വ്യത്യസ്തങ്ങളായ അദ്ദേഹത്തിൻ്റെ പഠനവും അതുപോലെ വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞ് അദ്ദേഹം പഠിപ്പിക്കുന്ന കാലവും അതിൻ്റെ പുറമെ പഠിപ്പിക്കുന്ന കാലം അത്തരത്തിൽ എൽമിയായി ചെലവഴിച്ചു എന്നതിലുപരി മഹാനവറുകൾ വ്യത്യസ്ത ഇൽമുകളും വ്യത്യസ്ത ഫന്നുകളിലുമായി ധാരാളം കിതാബുകളും ധാരാളം തസ്നീഫാത്തുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഖുർആൻ കാ ഉറുദു തർജമ ഭി കിയ. മഹാനവറുകളുടെ പ്രധാനപ്പെട്ട ഒരു സംഭാവനയാണ് ഖുർആനിന് ഏറ്റവും സത്യസന്ധമായ, ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ഖുർആൻ ഉറുദു തർജമ നടത്തിയിട്ടുണ്ട്. ജോ കൻസുൽ ഈമാൻ കെ നാം സെ മഷ്ഹൂർ ഹെ. ആ മഹാനവറുകളുടെ ഖുർആൻ വ്യാഖ്യാനത്തിന്റെ പേരാണ് കൻസുൽ ഈമാൻ. ഉലൂമെ റിയാസിയോ ജോഗ്രാഫിയ മേ ഭി മഹാരത്ത് രഖേ തെ. അതുപോലെ മാത്തമാറ്റിക്സ്, ജിയോഗ്രഫി, ഇത്തരത്തിലുള്ള പല മറ്റു ഇൽമുകളിലും അദ്ദേഹം നൈപുണ്യം കരസ്ഥമാക്കിയിട്ടുണ്ട്. ഷേറോ ഷായരി സെ ഭി ലഗാവത്ത. ഇത്തരത്തിൽ തന്നെ കവിത പാടുന്നതിനോടും അല്ലാത്ത താല്പര്യം മഹാനവറുകൾക്കുണ്ടായിരുന്നു. റസൂൽ അക്രം സല്ലല്ലാഹു അലൈഹി വസല്ലം की शान में बहुत सी नाते और सलाम लिखे हैं. നബിതങ്ങൾക്ക് വേണ്ടി ധാരാളം നായത്തുകളും അതുപോലെ സലാമുകളും നമ്മൾ പല കേട്ടതായ സലാമുകളും രചിച്ചത് മഹാനവറുകൾ തന്നെയാണ്. മുസ്തഫ ജാനെ റഹ്മത്ത് പെ ലാഖോൻ സലാം, ഷംഎ ബസ്മെ ഹിദായത്ത് പെ ലാഖോൻ സലാം എന്ന ഇത്തരത്തിലുള്ള ധാരാളം സലാം ബേത്തുകളും അതുപോലെ നായത്തുകളും മഹാനവറുകൾ രചിച്ചിട്ടുണ്ട്. ഉन्होंने അറബി, ഫാരിസി और ഉറുദു में 1000 के करीब किताबें तस्नीफ की. മഹാനവറുകളുടെ ഈ ചുരുങ്ങിയ കാലഘട്ടത്തിൽ മഹാനവറുകൾ അറബി, ഫാരിസി, ഉറുദുവിൽ ആയിരക്കണക്കിന് കിതാബുകൾ, മഹാനവറുകൾ 1000ഓളം വരുന്ന കിതാബുകൾ രചിച്ചിട്ടുണ്ട്. ബാസ് ജഗ ഉൻ കിതാബോं की तादाद 1400 है. ചില സ്ഥലങ്ങളിൽ മഹാനവറുകളുടെ കിതാബുകളുടെ എണ്ണം പറയുന്നത്, കൃത്യമായി പറയുന്നത് 1400 അഥവാ 1400ഓളം വരുന്നുണ്ട് മഹാനവറുകളുടെ കിതാബ് എന്നും പറയാറുണ്ട്. 25 सफर 1340 हिजरी मुताबिक 1921 को जुमा के दिन हिंदुस्तानी के वक्त के मुताबिक 2:38 पर आइन अजान के वक्त इधर मुअज्जिन ने हय्या अल फला कहा और उधर इमाम अहमद रजा खान ने दाई अजल को लब्बैक कहा. കൃത്യമായി പറയുകയാണെങ്കിൽ മഹാനവറുകളുടെ വഫാത്ത് 1340 ഹിജ്റ സഫർ 25-ന്, ഏകദേശം 1921 ജുമാ ദിവസം, വെള്ളിയാഴ്ച ദിവസം, ഇന്ത്യൻ സമയം 2:38 അവിടെ ബാങ്ക് കൊടുക്കാനിരിക്കുന്ന സമയം, വെള്ളിയാഴ്ച ദിവസം ജുമാക്ക് വേണ്ടി ബാങ്ക് വിളിക്കുന്ന അതേ സമയം, ആ ബാങ്ക് വിളിക്കുന്ന ഹയ്യ അൽ ഫലാഹ് എന്ന് വിളിക്കുന്ന അതേ സമയം ഇധർ ഇമാം അഹ്മദ് റസാ ഖാൻ നെ ദാഇയെ അജൽ കോ ലബ്ബൈക കഹാ,
ഇമാം അഹ്മദ് റസാ ഖാൻ അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് ഇഹലോകവാസം വെടിയുകയും ചെയ്തു. ദാഇയെ അജൽ കോ ലബ്ബൈക കഹാ. आपका मज़ार बरेली शरीफ में आज भी जियारत गाह खास और आम बना हुआ है. മഹാനവറുകളുടെ മസാർ, അവരുടെ മക്ബറ ഇന്നും ബറേലി ഷെരീഫിൽ ഇന്നും പൊതുജനങ്ങൾക്കും മറ്റുള്ളവർക്കും എല്ലാവർക്കും വേണ്ടി സുസജ്ജമാക്കപ്പെട്ടിരിക്കുന്നു. आपका नातिया दीवान हदायत बख्शिश 3 जिल्दों में है. पहले 2 जिल्दें आपकी हयात में और तीसरी बाद अज वफात ജമാ കർക്കെ കലാം ഷായി കിയാ ഗയ. മഹാനവറുകളുടെ നാഴത്തുകളുടെ ഒരു ദീവാൻ, ഒരു സമാഹാരമാണ് ഹദായക്കെ ബഖ്ഷിഷ്. അത് 3 ഭാഗങ്ങളായിട്ടാണ് ഉള്ളത്. അതിലെ ആദ്യത്തെ 2 ഭാഗങ്ങൾ മഹാനവറുകളുടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ സമാഹരിക്കപ്പെട്ടതാണെങ്കിൽ അതിന്റെ 3ാമത്തെ ഭാഗം മഹാനവറുകളുടെ ജീവിതശേഷം മഹാനവറുകൾ രചിച്ചതായ മറ്റു നാഴത്തുകളെല്ലാം ഒരുമിച്ച് കൂട്ടി ഉണ്ടാക്കപ്പെട്ട ഒരു കലാമുകളുടെ മജ്മുഅയാണ്, ഒരു സമാഹാരമാണ് ഹദായക്കെ ബഖ്ഷിഷ്. मगर उसमें रजा का तखल्लुस रखने वाले एक दूसरे आम से शायर का आमियाना कलाम भी दर आया जिस पर काफ़ी तनकीद हुई. അതിൽ റസ എന്ന തഖല്ലുസ് വെക്കുന്ന ഒരു മറ്റൊരാളുടെ കവിത കൂടെ അബദ്ധവശാൽ അതിൽ ഉൾപ്പെടുകയും റസ എന്ന ലഖബിൽ മറ്റൊരാൾ കൂടെ ഉപയോഗിച്ച് ആ കവിത കൂടെ ഈ ഹദായക്കെ ബഖ്ഷിഷിന്റെ 3ാം ഭാഗത്ത് വരികയും അതിനെക്കുറിച്ച് ധാരാളം നിരൂപണങ്ങളും വന്നിട്ടുണ്ട്. ജിസ്കോ തഹ്ഖീഖ് കെ ബാദ് നിക്കാൽ ദിയാ ഗയാ. കൃത്യമായി പഠിച്ച ശേഷം ആ കവിത ഹദായക്കെ ബഖ്ഷിഷിൽ നിന്ന് പിന്നീട് ഒഴിവാക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഹദായക്കെ ബഖ്ഷിഷ് ഉर्दू नातिया शायरी का एक अहम संग मील साबित हुई जिसने अपने बाद आने वाले तमाम नातगुओं को एक अदब का जामा पहना दिया. ഹദായക്കെ ബഖ്ഷിഷ് ഉറുദു നാത്തിന് ഒരു പുതിയ കാൽവെപ്പാണ് നടത്തിയിട്ടുള്ളത്. അഹം സംഗ മൈൽ സാബിത്ത് ഹുയി, ഒരു പ്രധാനപ്പെട്ട ഒരു മൈൽ സ്റ്റോൺ ആയിട്ട് നമുക്ക് ഹദായക്കെ ബഖ്ഷിഷിനെ ഉറുദു സാഹിത്യ ലോകത്തിലേക്ക് സംഭാവന ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം എന്തെന്ന് വെച്ചാൽ ഹദായക്കെ ബഖ്ഷിഷിന് ശേഷം വരുന്ന എല്ലാ നാഴത്ത് പാടുന്ന കവികൾക്കും ഒരു പ്രത്യേകമായ നാഴത്ത് എങ്ങനെ പാടണം എന്നുള്ള ആ ഒരു ആവരണം ധരിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരെ എല്ലാവരെയും ആ അച്ചിലെടുത്തുകൊണ്ട് കൊണ്ടുവരാൻ പറ്റും വിധം സുസജ്ജമാക്കിയ, അതിൻ്റെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് എല്ലാ ശൈലികളും പുതുതായി കൊണ്ടുവരേണ്ട എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് എഴുതപ്പെട്ട നാഴത്തുകളാണ് മഹാനവറുകൾ രചിച്ചിട്ടുള്ള നാഴത്തുകളെല്ലാം. वरना उससे पहले उर्दू नात सिर्फ अकीदत के तौर पर दीवान के शुरू में शामिल नजर आती, मगर हदायके बख्शिश के बाद उर्दू नात अदब का एक मुस्तकिल हिस्सा बना. ഇത് ഹദായക്കെ ബഖ്ഷിഷ് എന്നുള്ളത് ഒരു ഉറുദു സാഹിത്യത്തിന് തന്നെ ഒരു മൈൽ സ്റ്റോൺ ആയി എന്ന് പറയാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ മറ്റുള്ള ഇതിന്റെ മുമ്പ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തൻ്റെ മജ്മുഅയിൽ, തൻ്റെ ദീവാനുകളുടെ സമാഹാരങ്ങളുടെ തുടക്കങ്ങളിൽ ഒരു ബർക്കത്തിന് വേണ്ടിയിട്ട് ഇഷ്കിയായിട്ടുള്ള ഇത്തരത്തിലുള്ള നാത്തിന്റെ കവിതകൾ കൊണ്ടുവരുന്നു, ഖസീദകളുടെ തുടക്കത്തിൽ ഇങ്ങനെ കൊണ്ടുവരുന്നു എന്നതിലുപരി ഇത് മറ്റൊരു സാഹിത്യത്തിന്റെ ഭാഗമായി വേർതിരിച്ച് കാണിച്ചത് അത് മഹാനവറുകളുടെ കഴിവ് തന്നെയാണ്. മുസ്തഖൽ ഹിസാബനായ അദബ് കാ ഏക മുസ്തഖൽ ഹിസാബന, ഇത് സാഹിത്യത്തിന്റെ ഒരു വേറിട്ട സ്വതന്ത്രമായ ഒരു ഭാഗം തന്നെ നാത്തിനെ ആക്കി തീർത്തത് അത് ഹദായക്കെ ബഖ്ഷിഷിലൂടെ മഹാനവറുകൾക്ക് സാധിച്ചിട്ടുണ്ട്. ജിസ്കി നാത്തെ ആജ് ബി മഷ്ഹൂർ മാറൂഫ് ഹെ, മഹാനവറുകളുടെ നാത്തുകൾ ഇന്നും വളരെ പ്രസിദ്ധമാണ്, ലോകമെമ്പാടും പാടിക്കൊണ്ടിരിക്കുന്നു, ആസ്വദിച്ച് പാടിക്കൊണ്ടിരിക്കുന്നുണ്ട് മഹാനവറുകളുടെ കവിതകളൊക്കെ. ഇസ് മജ്മുഅ में आला हजरत के मुख्तलिफ असनाफ नज़म पर दस्तरस की मिसालें वाज़िह नज़र आते हैं, जिनमें नात शरीफ, गज़ल, क़सीदा, सलाम, रुबाई, मुसल्लस वगैरह पर आला हजरत ने कलम उठाई. ആല ഹസ്രത്ത് വ്യത്യസ്ത ഈ സമാഹാരത്തിൽ ഹദായക്കെ ബഖ്ഷിഷ് എന്നുള്ള മഹാനവറുകളുടെ ഈ എഴുത്തുകളുടെ സമാഹാരത്തിൽ അതിൽ ഖസീദയാവട്ടെ, ഗസലാവട്ടെ, സലാം, റുബായി, മുസല്ലസ് ഇത്തരത്തിലുള്ള നസ്മുകളുടെ മറ്റു ഇനങ്ങളിലും മഹാനവറുകളുടെ കാൽവെപ്പ് നടത്തിയിട്ടുണ്ട്. അതിൽ കൃത്യമായ ഇടം പിടിച്ചിട്ടുണ്ട് മഹാനവറുകളുടെ കവിതകൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമുക്ക് ചില അദബി നുക്കാത്തുകൾ, ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചില അദബി നുക്കാത്തുകൾ, നമുക്ക് മുഖത്തുള്ള ഹാലിനോടൊക്കെ സംസാരിക്കണമെന്നാണല്ലോ. അപ്പോൾ നമ്മൾ ബലാഗയെ, ഉറുദുവിലെ ബലാഗയെ വേറിട്ടൊരു ഭാഗമായി കാണാതെ ഈ പാഠഭാഗത്തിലൂടെ തന്നെ ഇതിലെ ബലാഗയായിട്ടുള്ള സാഹിത്യമായിട്ടുള്ള ചില പോയിന്റുകൾ, ശ്രദ്ധിക്കേണ്ട ചില ഭാഗങ്ങൾ ഇതിലൂടെ നമുക്ക് പാഠഭാഗത്തിലൂടെ പറഞ്ഞു തരാണ്. വളരെ എളുപ്പമാണ്. ഇസ് നസ്ം കെ തമാം മിസ്രായ എക് ഹി വസൻ ഓർ എക് ഹി ബഹർ മേ ഹെ, ഇത് ഈ പാഠം
എല്ലാം പൂർണ്ണമായിട്ടും തല മുതൽ ഒടുവരെ ഈ കവിത ഒരേ വസ്നിലും ഒരേ ബഹറിലും തന്നെയാണ്. എവിടെയും ഒരു വ്യത്യാസം നമുക്ക് കാണാൻ കഴിയില്ലല്ലോ. നമുക്കിങ്ങനെ പാടി നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇസ് നസ്ം കി സൂറത്ത് ഗസൽ കി സി ഹെ. ഈ നസ്മിന്റെ കോലം ഗസലിന്റെ അതേ രൂപത്തിലാണ് വന്നിട്ടുള്ളത്. കാരണം നഅ്തി എന്നുള്ളത് ഗസലിന്റെ ഒരു സബ്ബാണ്. പിന്നെ മത്ല, ആദ്യമായിട്ട് നമുക്ക് ഇതിലുള്ള ഓരോ അദബി നുകാത്തുകളെ പരിചയപ്പെടാം. മത്ല എന്താണ്? മത്ല എന്ന് പറഞ്ഞാൽ ഗസൽ കാ പെഹ്ലാ ഷേർ മത്ല കഹലാത്താ ഹെ. ഒരു ഗസലിലുള്ള ആദ്യത്തെ കവിതയാണ് മത്ല, ഷേർ ആണ് മത്ല എന്ന് പറയുന്നത്. और उसके दोनों मिसरे हम काफिया और हम रदीफ होते हैं. അതിലുള്ള ഓരോ മിസ്രകളും അഥവാ ഇവിടെ മസലൻ ഉദാഹരണത്തിന് പറയുന്നുണ്ട് സൂന ജംഗൽ രാത് അന്ധേരി ഛായി ബദലി കാലി ഹെ, അതൊരു മിസ്രാണ്. അതുപോലെ സോനേവാലോ ജാഗത രഹിയോ ചോറോ കി രഖ്വാലി ഹെ, ഇവിടെ രണ്ടിടങ്ങളിലും കാഫിയകൾ ഒത്തു വന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് കാഫിയ, എന്താണ് റദീഫ്? കാഫിയയും റദീഫും ഒത്തു വന്നതാവണം മത്ലാകൾ എന്നാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഗസലിന്റെ ആദ്യ കവിതകളിൽ ആദ്യ ഷെയറിൽ ഹം കാഫിയ ഹം റദീഫ് ആയിരിക്കണം. അപ്പൊ എന്താണ് ഹം കാഫിയ, എന്താണ് ഹം റദീഫ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ എന്നൊരു സംശയം തോന്നുന്നില്ലേ? അതുകൊണ്ട് തന്നെ കാഫിയ റദീഫ് എന്താണെന്ന് വെച്ചാൽ റദീഫ് വോ ലഫ്സ് യാ അൽഫാസ് കാ വോ മജ്മുഅ ഹെ ജിസെ ഹർ ഷെയർ കെ ആഖിർ മേ ദുഹറായ ജായെ. ഒരു കവിതയുടെ ഏറ്റവും അവസാനത്തെ ലഫ്ള് അല്ലെങ്കിൽ ചില അൽഫാദുകൾ ആവർത്തിച്ചു വരുന്ന, എല്ലാ കവിതകളുടെയും അവസാനത്തിൽ ആവർത്തിച്ചു വരുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു വാക്കുകളുടെ കൂട്ടം, അതാണ് റദീഫ് എന്ന് പറഞ്ഞാൽ. ഉദാഹരണത്തിന് ഹേ എന്നതാണ് ഈ പദ്യത്തിലുള്ള റദീഫ് എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. സൂന ജംഗൽ തന്തേരി ചായ് ബദലി കാലി ഹെ സോനെ വാലോ ജാഗത രഹിയോ ചോറോം കി രഖ്വാലി ഹെ. ആ ഒന്നാമത്തെ ഷീർ അവസാനിക്കുന്നത് രഖ്വാലി ഹെ എന്നതുകൊണ്ടാണ്. എന്നാൽ രണ്ടാമത്തെ ഷീർ അവസാനിക്കുന്നത് നോക്കൂ, തേരി ഘട്ടി താക്കി ഹെ ഓർ തൂനെ നീന്ത് നിക്കാലി ഹെ, അവിടെയും ഹേ ആണ്. അതുപോലെ हाय मुसाफिर दम में आना मत कैसी मुतवाली है, तू कहता है नींद मीठी तेरी मत ही निराली है, नाम पे उठने के लड़ता है उठना भी कुछ गाली है. എല്ലാ ഷീറുകളുടെയും അവസാനം ഒരേ ലഫ്ള് അല്ലെങ്കിൽ ലഫ്ളുകളുടെ ഒരു കൂട്ടം ആയിട്ടുണ്ട്. അതാണ് റദീഫ് എന്നാൽ എന്താണ് കാഫിയ? കാഫിയും റദീഫും തമ്മിലുള്ള വ്യത്യാസം എന്താണ് മനസ്സിലാക്കണ്ടേ? ഒന്ന് നോക്കൂ. റദീഫ് സെ പെഹലെ കാഫിയ ഹോത്താ ഹെ. റദീഫിന്റെ തൊട്ട് മുമ്പാണ് കാഫിയ വരുന്നത്. റദീഫിന്റെ തൊട്ട് മുമ്പാണ് കാഫിയ വരുന്നത്. ജിസ്ക ആഖിരി ഹർഫ് യാ ആഖിർ കെ ചന്ദ് ഹർഫ് യക്സാ ഹോത്തെ ഹെ. അവസാനത്തിൽ, ഇവിടെ അവസാനത്തിൽ എല്ലാത്തിന്റെയും അവസാനം ഹേ എന്നാണുള്ളത്. അതിന്റെ തൊട്ട് മുമ്പുള്ള പദം, അതിൽ ഒരുപോലെ വരുന്ന വാക്കുകൾ അല്ലെങ്കിൽ ഹർഫുകൾ അല്ലെങ്കിൽ ഹുറൂഫുകൾ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കാഫിയ എന്ന് വിളിക്കുന്നത്. ഇവിടെ ഒന്ന് നോക്കൂ, ഞാൻ നേരത്തെ പാടിയപ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സോനെ വാലോ ജാഗിത രഹിയോ ചോറോ കി രഖ്വാലി ഹെ. പിന്നെ അടുത്ത വരിയിൽ എന്താണ്? നീന്ത് നിക്കാലി ഹെ. എല്ലായിടത്തും ഒരു ആലി എന്നതാണ് അവസാനിച്ചു വരുന്നത്. കൈസി മുതവാലി ഹെ, നിറാലി ഹെ, എല്ലായിടത്തും ആലി. റഫാഖത്ത് പാലി ഹെ, ഭൂലി ഭാലി ഹെ, ദേഖി ഭാലി ഹെ, ഹാത്ത് ഹി ഖാലി ഹെ, തൂ ഇഖ്ബാലി ഹെ. അവസാനം വരെ ഇതേ ഒരു ശൈലി തന്നെയാണ് പാലിച്ചിട്ടുള്ളത്. അതാണ് കാഫിയ എന്നാൽ. അപ്പോൾ ഇവിടെ കാഫിയ എന്നാൽ ഏതാകുന്നു? ആ കാലി, രഖ്വാലി, മുത്തവാലി എന്നതിലെല്ലാം ആവർത്തിച്ച് വന്നിട്ടുള്ള ആ ഹർഫുകളാകുന്നു. ഇനി ഗസലിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് മഖ്ത എന്നാൽ എന്താണ്? ഗസൽ കാ ആഖിരി ഷെയർ ജിസ്മേ ഷാഇർ അപ്നാ തഖല്ലുസ് ഇസ്തിമാൽ കർത്താ ഹെ മഖ്ത कहलाता है. ഗസലിന്റെ അവസാനങ്ങളിൽ കവി തന്റെ തഖല്ലുസ് ഉപയോഗിക്കുന്ന ഒരു കവിതയുണ്ടാകും. ഇഖ്ബാലി കാ തറാന പാങ്കേ ദറാസ് ഗോയ എന്ന് പറയുന്ന ഇഖ്ബാലിന്റെ കവിതകളുടെ അവസാനത്തിൽ നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിൽ തന്നെ ഈ കവിതയിൽ റസ എന്നുള്ള പേരുപയോഗിച്ച് അവസാനത്തെ വരിയിൽ മഹാനവറുകൾ തന്റെ തഖല്ലുസ് കൊണ്ടുവന്ന ഒരു വരിയുണ്ട്. അങ്ങനെ കൊണ്ടുവന്ന വരിക്കാണ് മഖ്ത എന്ന് പറയുന്നത്. മസലൻ മൗലാ തേരെ അഫ്വ കറം ഹോ മേരെ ഗവാഹെ സഫായി കെ വർന റസ സെ ചോർ പെ തേരി ഡിഗ്രി തോ ഇഖ്ബാലി ഹെ. ഇവിടെ റസ എന്ന മഹാനവറുകളുടെ തഖല്ലുസ് ഉപയോഗിച്ചത് ഈ ഒരു മഖ്ത എന്ന ശൈലി ഉപയോഗിച്ചതിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ പാഠം. ഇതോടുകൂടെ ഈ പാഠം പൂർണ്ണമായിട്ടും അവസാനിക്കുന്നു. നിങ്ങൾ ഇനി ചെയ്യേണ്ടത് ഇത്തരത്തിൽ മഹാനവറുകളുടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇമാം അഹ്മദ് റസാ ഖാന്റെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കവിത, ആ കവിത നിങ്ങൾ എവിടുന്നെങ്കിലും കണ്ടെത്തിയിട്ട്
നെറ്റിലൂടെയോ മറ്റെവിടെന്നെങ്കിലും കണ്ടെത്തിയിട്ട് നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്ത് നോക്കൂ. വളരെ ഉഷാറാവും. ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. കഴിയുമെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വന്തം പാടി ഒരു വീഡിയോ ആക്കി ചെയ്താൽ വളരെ ഉഗ്രനായിത്തീരും. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.